ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ, അയിരൂര്. അപ്പോൾ ഞങ്ങളിവിടെ എൻ്റെ അനിയനുണ്ട്, അനിയൻ്റെ ഫാമിലി ഉണ്ട്, അമ്മയുണ്ട്, ഞാനും പിള്ളേർ, കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ബീച്ചേട്ടൻ ഇല്ല, ബീച്ചേട്ടൻ എന്നെ വരാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും ഞങ്ങളിവിടെ കൂടിയിട്ടുണ്ട്. ഇവിടെ കൂടിയേക്കണേ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ ക്രൊയേഷ്യയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവൻ ലീവിന് വന്നതാണ്. അപ്പോൾ ആൾ തിരിച്ച് പോകും 2 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ അവൻ പോണേക്കാൻ മുമ്പ് ഞങ്ങളെല്ലാവരും കൂടി ചേച്ചിയുടെ വീട്ടിലങ്ങ് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുക്കളയിൽ ഞങ്ങൾ ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള തകൃതിയായ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കറികളൊക്കെ കഴിഞ്ഞു, ചിക്കൻ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ നമ്മൾ രാത്രിയിലത്തേക്കുള്ള ഭക്ഷണമാണ് കേട്ടോ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയാണ് എല്ലാവരും കൂടി ഇവിടെ കൂടാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങ് പോന്നു. പിന്നെ എന്താ പറയണേ, അപ്പോൾ ഞങ്ങൾ 3 ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി, ഞാനും അനിയനുമാണ്. ഞങ്ങൾ 3 മക്കളാണ്. അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ ആയിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ദിവസം പല മൂടാണ്. ഒരു ദിവസം തല്ലു പിടിക്കും, ഒരു ദിവസം ഭയങ്കര സ്നേഹമായിരിക്കും, ഒരു ദിവസം ഭയങ്കര തമാശയായിരിക്കും. പക്ഷേ ഞങ്ങൾ വലുതായി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കുട്ടിക്കാലമൊക്കെ നമുക്ക് മിസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അനീഷ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കൂടും. അവൻ 1 മാസം 1.5 മാസം ലീവിനൊക്കെ വരണേ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ കൂടിയതാണ്. പിന്നെ അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തെ വിശേഷങ്ങൾ നിങ്ങൾ തന്നെ കേട്ടോട്ടോ. പറയിങ്ങട് അനീഷ തമാശ കളിക്കല്ലടാ. കാരണം അവർക്ക് അത് അവിടെ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോ ഞാൻ എല്ലാ പ്രാവശ്യം കൊണ്ടുപോയി കൊടുക്കുമ്പോ അവരതാണ് ഉപയോഗിക്കുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ. അപ്പൊ അതിനേക്കാളും ഏറ്റവും ഫ്രഷ് ആയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുപോയി കൊടുക്കൂല്ലേ, അതിന്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിന് വേണ്ടിട്ട് ഇത് കൊടുക്കണവർക്ക്. പിന്നെ ഈ എന്തൊരു സിനിമ കാണാൻ വേണ്ടി ഞാനോർത്ത് മരുന്നിന് വേണ്ടിട്ട്. ഞാനല്ല ഇവരുണ്ടാളും. ആര്യച്ചേട്ടൻ കണ്ടില്ലേ കണ്ട അതേ ലക്ഷ്മി ചേച്ചി ചെടി കളഞ്ഞ് ചൊറി ചുടങ്ങ് ഇൻജസ്റ്റ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് അടിയില് കൊടുത്താൽ മുടിയനായ പുത്രൻ പണിയെടുക്കാണ്ട് ഉണ്ടാക്കണം വയറ്, അല്ലാണ്ട് പണിയെടുത്തിട്ട് വയറുണ്ടാക്കണ്ടേ. പണിയെടുക്കാതെ വയറെടുക്കല്ലേ. നീ അവിടെ വരുമ്പോ എന്റെ അത് വന്നാ നീ എന്തൊക്കെ കറിയായിണ്ട്. കൂർക്ക വെള്ളത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു അവരവരുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.